400 മീറ്റർ ഹഡിൽസിൽ മലയാളി താരങ്ങളായ അനുരാഘവനും ജാബിറും ഇന്ത്യക്ക് മാത്രമല്ല കേരളത്തിനും അഭിമാനമായിരിക്കുകയാണ്. ഒരാൾ വെള്ളി മെഡൽ നേടിയപ്പോൾ മറ്റൊരാൾ വെങ്കലമാണ് നേടിയത്. ഇപ്പോൾ രണ്ടുപേരും മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. ജാബിർ, ശക്തമായ മത്സരമായിരുന്നു. അവസാനം എങ്ങനെയായിരുന്നു അത്? നല്ല കോമ്പറ്റീഷനായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടൈം ചെയ്യാൻ പറ്റി. പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു ഇന്ത്യയിൽ വെച്ച് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ നല്ല ഒരു എനർജി ആയിരുന്നു കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വെങ്കലമാണോ പ്രതീക്ഷിച്ചത്? ഒരു മെഡൽ വരണം എന്നുള്ള ആഗ്രഹമുള്ളായിരുന്നു. മെഡൽ കിട്ടി. ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യണം, വേറെ ഒന്നും നോക്കിയില്ലായിരുന്നു. ശക്തമായൊരു മത്സരം തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ എങ്ങനെയായിരുന്നു? പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിലും ബെസ്റ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ ഫസ്റ്റ് വന്നിരുന്നെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ 57 എന്നൊരു ടൈമിനെ മറികടക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ കിട്ടിയില്ല. പക്ഷെ എന്നാലും ലൈഫ് ബെസ്റ്റ് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ ഇന്ത്യയിൽ വെച്ച് നടന്നൊരു മീറ്റിൽ ആദ്യത്തെ ഇൻ്റർനാഷണൽ മെഡൽ എനിക്ക് കിട്ടി. അത് സിൽവർ മെഡൽ. ഞാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ടും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും നന്നായി ഓടാൻ കഴിഞ്ഞത്. ഗ്രൗണ്ട് സപ്പോർട്ട് നല്ല ഉണ്ടായിരുന്നു. പക്ഷേ അന്തരീക്ഷം അത്ര നല്ല സുഖമുള്ളതായിരുന്നു. ഹ്യൂമിഡിറ്റി കൂടുതലായിരുന്നില്ലേ? ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലും വാമാവാൻ നമുക്ക് ഓടാനുള്ളതിൽ ബോഡി കണ്ടീഷൻ നന്നായിരുന്നു. പക്ഷേ നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ടയർഡായി പോവും. അപ്പോൾ അത് കെയർ ചെയ്തിട്ടാണ് വാമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല എനിക്ക്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം സ്വർണം നേടിയ അനസിൻ്റെയും അനുരാഘവൻ്റെയും കോച്ച് ജയകുമാർ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. രണ്ട് ശിഷ്യർക്കും മികച്ച പ്രകടനം തന്നെ നടത്താൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. കാലാവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് സാറേ. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു. ക്ലൈമറ്റിക് കണ്ടീഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഇന്നത്തെ കണ്ടീഷൻ മോശമില്ല. ഈ കാലാവസ്ഥയാണ് ഇന്നലെ വെച്ചെങ്കിൽ ഒരുപാട് നന്നായി അനസിനും ചെയ്യാമായിരുന്നു. ഇന്ത്യയുടെ മൊത്തം പെർഫോമൻസിന് എങ്ങനെയാണ്? ട്രാക്കിൽ നമുക്ക് ഒരുപാട് മെഡലുകൾ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു തുടങ്ങും. നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ശരിക്കും പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. നല്ലതാണ്, കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. മേളയുടെ 3 ദിവസം പിന്നിട്ടപ്പോൾ മെഡൽ നിലയിൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ട്രാക്കിൽ നിന്ന് തന്നെയാണ് കൂടുതലും മെഡലുകൾ ഇന്ത്യ വാരിയിരിക്കുന്നത്. കലിംഗ സ്റ്റേഡിയത്തിൽ നിന്ന് ക്യാമറമാൻ VM ഷാഫിക്കൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ 1.